നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കാസർഗോഡ് പോർക്കളത്ത് യുവവൈദികനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വാരണസിയിൽ 22-കാരിയുടെ ജഡം പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. 14 വർഷം പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടന്ന കൊലക്കേസ് പ്രതിയെ നെയ്യാർഡാം പോലീസ് അറസ്റ്റ് ചെയ്തു. 17-കാരിയെ നിരന്തരം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച 24-കാരനെ തിരുവനന്തപുരത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പോർക്കളത്ത് യുവവൈദികനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പോർക്കളം MCBS ആശ്രമത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണിയാണ് മരിച്ചത്. കാസർഗോഡ് അമ്പലത്തറ 7-ാം മൈലിൽ വൈദികനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പോർക്കളം MCBS ആശ്രമത്തിലെ അസിസ്റ്റന്റായ ഫാദർ ആന്റണി ഉള്ളാട്ടിലാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു പ്രായം. പള്ളിവകയായുള്ള പഴയ കെട്ടിടത്തിന്റെ മുറിയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ 10:30 ശേഷമാണ് സംഭവം നടന്നതെന്ന നിഗമനത്തിലാണ് അമ്പലത്തറ പോലീസ്. ഇരിട്ടി ഏടൂർ സ്വദേശിയായ ഫാദർ ആന്റണി, അച്ഛൻ, അമ്മ, 2 ഇളയ സഹോദരന്മാരുമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. പോർക്കളം MCBS ആശ്രമത്തിൽ 1 വർഷമായി താമസിക്കുകയായിരുന്നു. ആശ്രമത്തിലെ മറ്റൊരു വൈദികൻ പുറത്തുപോയി രാത്രി വൈകിയാണ് തിരിച്ചെത്തിയത്. രാവിലെ കുർബാനയ്ക്ക് കാണാത്തതിനാൽ റൂമിൽ നോക്കിയപ്പോൾ ഒരു കത്ത് ലഭിച്ചു. വാടകയ്ക്ക് കൊടുത്ത വീട്ടിലുണ്ട് എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അത് കണ്ട് ആ വീട്ടിൽ നോക്കുമ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിസ്മയ ന്യൂസ്, കാസർഗോഡ്. വാരണസിയിൽ 22-കാരിയുടെ ജഡം പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. MSc വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ വാരണസിയിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. വാരണാസി സ്വദേശി അൽക്ക എന്ന 22-കാരിയാണ് കൊല്ലപ്പെട്ടത്. രൂപാപോരിലെ ഒരു ദാഭയിൽ ഒരു മുറിക്കുള്ളിലാണ് കഴുത്തറുത്ത പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ MSc വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കാമുകൻ സഹബ് ബിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9:30 വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോയ അൽക്ക ഇരുട്ടിയിട്ടും തിരിച്ചെത്തിയില്ല. ഇതോടെ അൽക്കയെ കാണാനില്ലെന്ന് പറഞ്ഞ് കുടുംബം പോലീസിൽ പരാതി നൽകി. അൽക്കയെ കാണാതായതിനു ശേഷം പോലീസും കുടുംബാംഗങ്ങളും യുവതിയെ തിരഞ്ഞ് ഏറെ വലഞ്ഞു. യുവതിയുടെ കോൾ ലിസ്റ്റുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് രാത്രി വൈകിയാണ് ധാബയുടെ മുറിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷമാണ് കാമുകൻ സാഹബ് ബിന്ദിനെ കണ്ടെത്തുകയും പിന്നീട് ഭാദോഹയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഇയാൾ തോക്ക് പിടിച്ചു വാങ്ങി സംഘത്തിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തി. ഉന്തിനും തള്ളിനുമിടയിൽ പ്രതിയുടെ കാലിനും വെടിയേറ്റു. വിവാഹം കഴിക്കണമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് അൽക്ക നിരന്തരമായി ശല്യം ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ ബിന്ദ് കുറ്റം സമ്മതിച്ചു. 2024 ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അതിനുശേഷം പലയിടത്തും വെച്ച് സ്വകാര്യമായി കണ്ടു. പിന്നീട് പതിവായി പണത്തിനു വേണ്ടി യുവതി സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഇതാണ് ബന്ധം വഷളാകുന്നതിന് കാരണമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. 14 വർഷം പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടന്ന കൊലക്കേസ് പ്രതിയെ നെയ്യാർഡാം പോലീസ് അറസ്റ്റ് ചെയ്തു. ബിനു കൊലക്കേസിലെ പ്രതിയാണ് പിടിയിലായത്. ഇയാൾ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതക ശേഷം 14 വർഷമായി മുങ്ങി നടന്ന പ്രതിയെ നെയ്യാർഡാം പോലീസ് സാഹസികമായി പിടികൂടി. വാഴിച്ചാൽ സ്വദേശി ബിനുവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് പിടിയിലായ രതീഷ്. റിമാൻഡ് കാലാവധിയിൽ ജാമ്യം കിട്ടിയ ഇയാൾ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും പോയി ഒളിവിൽ കഴിഞ്ഞു. ഇതിനിടെ പേച്ചിപ്പാറയിലെ ഇയാളുടെ ഭാര്യ വീട്ടിലും ഇയാൾ എത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അന്വേഷണ സംഘം കീഴ്പ്പെടുത്തിയത്. നെയ്യാർഡാം SHO O ശ്രീകുമാർ, സീനിയർ CPOമാരായ ബൈജു, വിജയകുമാർ, CPO രാജേഷ്, രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. 2ാം പ്രതി ശങ്കർ പിടിയിലായതോടെ ബിനു വധക്കേസിൽ മുടങ്ങിക്കിടന്ന വിചാരണ ഉടൻ ആരംഭിക്കും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. 17-കാരിയെ നിരന്തരം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച 24-കാരനെ തിരുവനന്തപുരത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ജൂൺ 4-ാം തീയതിയാണ് 17-കാരിയും യുവാവും തമ്മിൽ പരിചയപ്പെടുന്നത്. തുടർന്ന് എല്ലാ ദിവസവും പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പെൺകുട്ടി സ്ഥിരം ഇയാളുടെ വീട്ടിൽ വരുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. നെയ്യാർഡാം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. 17-കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ നെയ്യാർഡാം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളനാട് മിത്രനികേതൻ RK ഭവനിൽ നിന്ന് ഇപ്പോൾ നെയ്യാർഡാമിൽ നാരകത്തിൻകുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആദർശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ജൂൺ 3-ന് ഘോഷയാത്രയ്ക്കിടെ കണ്ടുമുട്ടിയ പെൺകുട്ടിയെ വീണ്ടും നെയ്യാർഡാമിൽ വെച്ച് കണ്ടപ്പോൾ പരിചയം പുതുക്കി ഫോൺ നമ്പർ വാങ്ങി സൗഹൃദം സ്ഥാപിച്ചു. പിന്നീടായിരുന്നു ലൈംഗിക പീഡനം. ആദർശിന്റെ വീട്ടിൽ നിരന്തരമായി പെൺകുട്ടി വരുന്നത് കണ്ട് അസ്വാഭാവികത തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് ഇരുവരെയും സ്റ്റേഷനിലെത്തിച്ച് ചോദിച്ചപ്പോഴാണ് വിവരമറിയുന്നത്. ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ശേഷം യുവാവിനെതിരെ കേസെടുത്തു. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണാം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.